പാകിസ്ഥാന്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. ഇനി പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾക്ക് ലോകം ഒരു തരത്തിലും ചെവി കൊടുക്കില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ കാട്ടി സഹതാപ തരംഗം നേടാൻ പാകിസ്ഥാൻ പല വഴികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനെ ഇപ്പോൾ UN അടക്കം ലോകമൊന്നാകെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സിന്ധ് അവകാശവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനയായ വേൾഡ് സിന്ധി കോൺഗ്രസിന്റെ ഒരു കൂട്ടം പ്രതിനിധികൾ കാർഷിക പാർപ്പിട മേഖലകളിലെ അധിനിവേശത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് UN സ്ഥിരം ഫോറം ഓൺ ഇൻഡിജീനിയസ് ഇഷ്യൂസിന്റെ 23ാം സെഷനിൽ പങ്കെടുത്തു. പാക് സൈന്യം സിന്ധി ജനതയുടെ ഭൂമി കൈയാളുന്നതിനെ പറ്റി വ്യക്തമായ തെളിവുകളാണ് കൈമാറിയത്. ലോക സിന്ധി കോൺഗ്രസിന്റെ പ്രതിനിധി ഫർഹാൻ സുംറോ സിന്ധി ജനതയുടെ ഭൂമി പാകിസ്ഥാൻ സൈന്യവും ഗവൺമെന്റ് ഏജൻസികളും കൈവശപ്പെടുത്തിയതിന്റെ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. സിന്ധി ഹിന്ദുക്കളെ നിർബന്ധപൂർവ്വം വിട്ടുപോകുവാൻ നിർബന്ധിക്കുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ കടുത്തത്. ജീവിതം, ഭക്ഷണം, സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ തങ്ങൾക്ക് ആവശ്യമാണെന്നാണ് സിന്ധി സംഘടനാ വക്താക്കൾ പറയുന്നത്. 50,000 ഏക്കർ ഭൂമി സൈനിക അധിനിവേശം, കരുനീക്കങ്ങൾ, സൈനിക വെടിവെപ്പ് എന്നിവയ്ക്ക് പിന്നാലെ നഷ്ടമായിട്ടുണ്ട്. കണക്കുകൾ ഇതിലും കൂടാനേ സാധ്യതയുള്ളൂ. പാകിസ്ഥാൻ സുപ്രീം കോടതി നിയമവിരുദ്ധമായി വിധിച്ചിട്ടും കയ്യേറ്റം തുടരുന്നത് തദ്ദേശവാസികളുടെ നിയമങ്ങളോടും അവകാശങ്ങളോടുമുള്ള നിരന്തരമായ അവഗണനയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സിന്ധിയിലെ ഭൂചൂഷണം ഉടനടി നിർത്തലാക്കാനും അതുപോലെ അവർക്ക് ഭൂമി തിരികെ കൊടുക്കാൻ സൗകര്യമൊരുക്കണമെന്നും പാകിസ്ഥാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ലോക സിന്ധി കോൺഗ്രസ് ഐക്യരാഷ്ട്രസഭയോട് അടിയന്തരമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രാദേശിക ഭൂമി കൈമാറ്റങ്ങളിലും പ്രത്യേകിച്ച് സൈനിക, വാണിജ്യ താൽപര്യങ്ങൾ ഉൾപ്പെടുന്നവയിൽ വർദ്ധിച്ച സുതാര്യതയും നിയമപരമായ ഉത്തരവാദിത്വവുമാണ് സിന്ധികൾ ആവശ്യപ്പെടുന്നത്. തദ്ദേശീയരായ സിന്ധി ജനതയുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം. ആ നടപടികൾ നിർണായകമാണ് എന്നുമാണ് അവർ പറയുന്നത്. കോർപ്പറേറ്റ് കൃഷിക്കായി സിന്ധിൽ 1.3 ദശലക്ഷം ഏക്കർ ഭൂമി കൈവശപ്പെടുത്താൻ പാകിസ്ഥാൻ സൈന്യം പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾ സിന്ധി ജനതയുടെ ജീവിതത്തിനും അവരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കുമുള്ള ഗുരുതരമായ ദോഷമാണ് വരുത്തുന്നത്. പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥകളെയും ചരിത്ര സ്ഥലങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തികൾ അത്യന്തം ദൂഷ്യഫലങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളോടും സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ വളരെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ. ഇപ്പോൾ തന്നെ നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന അധികൃതരെ ശിക്ഷിക്കുവാൻ പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള US റിപ്പോർട്ട് വളരെ ശ്രദ്ധയോടെ തന്നെ വേണം നോക്കിക്കാണാൻ. വലിയ ചർച്ചകൾ ആ ഒരു റിപ്പോർട്ടിന്മേൽ ഉണ്ടായിരുന്നു. കൊലപാതകങ്ങളും അതുപോലെ തന്നെ അനിയന്ത്രിതമായ തടങ്കലും കൊലപാതകങ്ങളും തിരോധാനങ്ങളും ഒക്കെ വലിയ രീതിയിലാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഴത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കാണ് ജനങ്ങൾ ഇരയാകുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളോ അവരുടെ അടിസ്ഥാന അവകാശങ്ങളോ പോലും സാധൂകരിച്ചു കൊടുക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പാകിസ്ഥാനിൽ ഈ അടുത്ത് അവശ്യ മരുന്നുകളുടെ അടക്കം വില വർദ്ധിപ്പിച്ചിരുന്നു. അത് സാധാരണക്കാരെ ഒരുപാട് വെല്ലുവിളികളാണ് അവർക്ക് സമ്മാനിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ആരോഗ്യത്തിനുള്ള അവകാശം ഒരു ഭരണഘടനാപരമായ അവകാശമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കുതിച്ചുയർന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമ്പോഴും ഭരണകൂടത്തിന്റെ പ്രവർത്തികൾ ജനങ്ങളെ ഒന്നാകെ തളർത്തുന്ന തരത്തിൽ തന്നെയാണ്. ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നതെങ്കിലും പാകിസ്ഥാനോട് ഒരു തരത്തിലുള്ള ദയയും തോന്നാത്തതിന്റെ കാരണം ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ്. മറ്റുള്ളവരുടെ ഭൂമി കയ്യേറുക, സാധാരണക്കാരെ, സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ ഒക്കെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, ഇതൊക്കെ പാകിസ്ഥാനിൽ സ്ഥിരം കാര്യമായി തുടരുകയാണ്. ഇതിനെതിരെ ഭരണകൂടം എന്ത് ചെയ്തു എന്നാണ് UN ചോദിക്കുന്നത്. ശക്തമായ മുന്നറിയിപ്പും UN ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ഇനിയെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളെ ഇത്തരത്തിൽ ഇപ്പോൾ സമീപിക്കുന്നത് പോലെ സമീപിക്കാതെ വ്യക്തമായ കൃത്യമായ നടപടികൾ അക്കാര്യത്തിൽ എടുക്കണമെന്ന് തന്നെയാണ് UN പറയുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ പ്രവർത്തികളെ അത്യന്തം ജാഗ്രതയോടെ തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. UNും പാകിസ്ഥാന് മേലുള്ള കണ്ണ് കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്തൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.